ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാൻ പോകുന്നത് അടുത്ത 48 മണിക്കൂർ എങ്ങനെയായിരിക്കും പ്രേക്ഷകർക്ക്. 48 മണിക്കൂർ പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് ബുക്ക് ചെയ്യേണ്ട പ്രേക്ഷകർക്കും സേവ്സ് ടീമിൻ്റെ നമ്പർ വേണ്ട പ്രേക്ഷകർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സ് വായിക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ വിവരങ്ങളും തന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് തന്നിട്ടുണ്ട്. എൻ്റെ മറ്റൊരു ചാനലായ എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111 അതിലെ ലിങ്കും തന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. Nine of Wands, Three of Cups, Nine of Cups. So നയൻ ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. സോ പ്രേക്ഷകർ ഏത് കാര്യത്തെക്കുറിച്ച് ഏറെ പേടിച്ചിരുന്നു, അല്ലെങ്കിൽ ഏത് കാര്യത്തിൽ ഒത്തിരി ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ് ആയിരിക്കാം, പേടിയായിരിക്കാം, ഓർ ഹോപ്പ്ലെസ്നെസ്, ദാറ്റ് ഈസ് ഇനി എന്ത് നടക്കും, അല്ലെങ്കിൽ അറിയില്ല എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു നിങ്ങൾക്കെങ്കിൽ അവിടെ ഹോപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട്സ് വഴിയാകാം, ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി, അല്ലെങ്കിൽ വാട്ട് എവർ യു ആർ ഡൂയിങ് അതിനെ നന്നായി മനസ്സിലാക്കുന്ന ഒരാൾ, ഓക്കെ, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. ആൻഡ് ഇത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് ആണ്. ഓക്കെ, നിങ്ങൾ എന്താഗ്രഹിക്കുന്നു ജീവിതത്തിൽ നേടാൻ, അതിൻ്റെ തുടക്കമാണ് ഈ 48 മണിക്കൂറിൽ നടക്കാൻ പോകുന്നത്. ദ ചാരിയറ്റ് കാർഡ് ആണ്. രണ്ട് പേർ അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ബട്ട് ഇതിൽ ഒരാളുടെ ഗൈഡൻസ് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും, ഒരാളുടെ ഗൈഡൻസ് നല്ലതല്ലായിരിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് മൂൺ, നിങ്ങളുടെ മൂൺ പ്ലാനറ്റ്. ഓക്കെ, സോ ഇമോഷണൽ ബാലൻസ് ആണ് ആദ്യം പറയുന്നത്. സോ മൂൺ പ്ലാനറ്റിനെ നല്ലപോലെ സ്ട്രെങ്തൻ ആക്കുക. ഓക്കെ, റെയിൻബോ മൂൺ സ്റ്റോൺ ധരിക്കാവുന്നതാണ്. ഓർ കുളിക്കുന്ന വെള്ളത്തിൽ ഇത്തിരി പച്ചപ്പാല് മൺഡേ ദിവസങ്ങളിൽ ഒഴിച്ച് കുളിക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. പേജ് ഓഫ് സ്വേർഡ് ആണ്. ഈ ഒരു ഏത് രണ്ടുപേരാണോ പ്രേക്ഷകരെ സഹായിക്കാൻ വരുന്നത്, അവിടെ നിങ്ങൾക്ക് ഹാർഷ് ട്രൂത്ത് നേരിടേണ്ടി വരാം. ഓക്കെ, സോ മൈറ്റ് ബി നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആയിരിക്കാം, പക്ഷേ ആ ഫ്രണ്ട് നിങ്ങൾക്കെതിരെയായിരിക്കാം പ്രവർത്തിക്കുന്നത്. ഓർ ആ ഫ്രണ്ട് കാരണമായിരിക്കാം നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. അത് തെളിയുന്നതാണ്. ഓക്കെ, പ്രേക്ഷകരിൽ നിന്ന് എന്ത് ഹിഡൻ ആണോ ഇത്രയും നാളും പ്രേക്ഷകർക്ക് മനസ്സിലാകാതെ പോയ ഒരു കാര്യം, അത് മനസ്സിലാകുന്നതാണ് ഈ 48 മണിക്കൂറിൽ. ശ്രദ്ധിക്കൂ, പ്രേക്ഷകരുടെ പ്രായത്തിനേക്കാട്ടിലും ചെറുപ്രായമുള്ളവരായിക്കോട്ടെ, ഓർ അത് കുഞ്ഞുങ്ങളായിക്കോട്ടെ, എന്താണ് ആൾക്കാർ പ്രേക്ഷകരുടെ അടുത്ത് വന്ന് പറയുന്നത് അത് ശ്രദ്ധിക്കും. ഓക്കെ, ബിക്കോസ് അവർ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. 333 എന്ന ഡിവൈൻ നമ്പർ പ്രേക്ഷകരേറെ കാണുന്നുണ്ടാകാം. 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. പ്രേക്ഷകരെ സഹായിക്കാൻ പ്രേക്ഷകരുടെ വീട്ടുകാർ, ഓക്കെ, നിങ്ങൾ ആരെ ഫാമിലി എന്ന് കരുതുന്നു അവരെപ്പോഴും ഹെൽപ്ഫുൾ ആണ്, അവർ റെഡിയാണ്. ഓക്കെ, സാമ്പത്തിക ഉയർച്ച പ്രേക്ഷകർക്കുണ്ട്. ഓക്കെ, കുടുംബപരമായ സാമ്പത്തിക ഉയർച്ചയാണ് പ്രേക്ഷകർക്കുള്ളത്. എന്നാൽ ചോയ്സ് ആണ്. ഓക്കെ, ലവേഴ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ചോയ്സ് ആണ് പ്രേക്ഷകർക്ക്. സോ ഈ രണ്ട് വ്യക്തികൾ, ഓക്കെ, ഈ രണ്ട് വ്യക്തികളിൽ നിന്ന് ഏത് വ്യക്തിയുടെ സഹായം പ്രേക്ഷകർ എടുക്കണം ആൻഡ് ഏത് ആളുടെ സഹായം എടുക്കണ്ട എന്നുള്ള ചോയ്സ് പ്രേക്ഷകരുടെയാണ്. ചോയ്സിൻ്റെ മേളിലിരിക്കും പ്രേക്ഷകരുടെ മുന്നോട്ടുള്ള ഒരു ഭാവി. ഓക്കെ, സോ മൈറ്റ് ബി നിങ്ങൾക്ക് ഒരു ട്രൂത്ത് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ആ ട്രൂത്ത് പ്രേക്ഷകർ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഇനി അങ്ങോട്ടും നിങ്ങൾക്ക് ഏറെ സ്ട്രഗിളാണ്. അതല്ല, പ്രേക്ഷകർ മനസ്സിലാക്കി, ദാറ്റ് ഈസ് ആര് ശരിയാണ് ആര് ശരിയല്ല എന്ന് മനസ്സിലാക്കി ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഓക്കെ, സോ സൗഭാഗ്യമാണ്, സന്തോഷമാണ്, ആൾക്കാരുടെ സഹായമാണ്. 4 ഓഫ് സ്വേർഡ്, എത്ര നന്നായി ആലോചിച്ചൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും അത്രയും നന്നായി എടുക്കൂ. 4 ദിവസം തൊട്ട് 4 ആഴ്ച എടുത്താലും നന്നായി ആലോചിച്ചിട്ട് മാത്രമേ ഡിസിഷൻ എടുക്കൂ എന്നതാണ് പറയുന്നത്. റെസ്റ്റ് ഏറെ എടുക്കൂ.
പ്രേക്ഷകർക്ക് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. ഫിസിക്കൽ റെസ്റ്റാണ് പറയുന്നത്, മെൻറ്റൽ മാത്രമല്ല. ഓക്കെ, സോ മെൻറ്റൽ റെസ്റ്റ് മീൻസ് നിങ്ങൾ നെഗറ്റിവിറ്റി പോസിറ്റിവിറ്റി എല്ലാം ആലോചിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിക്ക് ഏറെ റെസ്റ്റ് വേണം. മൈറ്റ് ബി നിങ്ങളുടെ മെൻറ്റൽ ബോഡി റെസ്റ്റിലല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയും ഏറെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് ആരോടെങ്കിലും ക്ഷമ ചോദിക്കണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട് പ്രേക്ഷകർ ഒരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വാക്കുകൾ കൊണ്ടാകാം, പ്രവൃത്തി കൊണ്ടാകാം, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്തിന് ചെയ്യാത്തത് കൊണ്ടാകാം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കും. ഓക്കെ, ഫാൻറ്റസി വേൾഡിൽ നിന്ന് വെളിയിലിറങ്ങൂ എന്നതും പറയുന്നുണ്ട്. ഓക്കെ, സോ ഫാൻറ്റസി വേൾഡിൽ നിന്ന് വെളിയിലിറങ്ങൂ. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് നടക്കും, പക്ഷേ അത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ലായിരിക്കും. ഓക്കെ, സോ ഫാൻറ്റസി വേൾഡിൽ നിന്ന് വെളിയിലിറങ്ങൂ. ഇന്നർ ചൈൽഡ് ഹീലിംഗ് പ്രേക്ഷകർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനിയും നിങ്ങൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലൈഫിൽ ഏറെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നതാണ്. റെഡ് ജാസ്പർ, കാർണീലിയൻ, ഈ 2 ബ്രേസ്ലെറ്റ്സ് അല്ലെങ്കിൽ ഈ സ്റ്റോൺസ് പ്രേക്ഷകർക്ക് ഇടാം. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് എൽസ്. ക്വീൻ ഓഫ് വാൻസ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആലോചിക്കൂ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. പ്രേക്ഷകർക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു സീരീസ് തന്നെ ഞങ്ങളുടെ ഈ കഴിഞ്ഞ 2 ആഴ്ചയിൽ കാണുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് യെല്ലോ കളർ ക്ലോത്ത്, ഓക്കെ, അത് ധരിക്കും, ഏറെ ധരിക്കും. ഓക്കെ, ബിക്കോസ് അത് പ്രേക്ഷകരുടെ ക്ലാരിറ്റി വർദ്ധിപ്പിക്കുന്നതാണ്, ലക്ക് വർദ്ധിപ്പിക്കുന്നതാണ്. യെല്ലോ കളർ പൂക്കൾ, ഈ പൂക്കൾ വെക്കുന്ന അല്ലെങ്കിൽ ലിവിങ് റൂമിൽ പൂക്കൾ വെക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു രീതി പ്രേക്ഷകർക്കുണ്ടെങ്കിൽ മഞ്ഞപ്പൂക്കൾ ഏറെ വെക്കും. ബ്ലാക്ക് കളർ ക്ലോത്ത്സ് ഏറെ ഇടുന്നവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട്. പ്രേക്ഷകരുടെ ഡ്രീംസ് എന്താണ് പറയുന്നത് അത് ശ്രദ്ധിക്കും. ഓക്കെ, ഡ്രീംസ്, സ്വപ്നങ്ങളിൽ പല കാര്യങ്ങളും പ്രേക്ഷകർ അറിയുന്നുണ്ട്. ഓക്കെ, അതെന്താണെന്നുള്ളത് ആലോചിക്കൂ. 3 ഓഫ് വാൻസ് ആണ് വന്നത്. പ്രേക്ഷകരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ടേണിംഗ് പോയിൻ്റ് ആണ്. ഇതൊരു ടേണിംഗ് പോയിന്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3 months ഐ ഗെസ്. 3 months നിന്ന് തുടങ്ങി ഇനി നെക്സ്റ്റ് 3 monthsലേക്ക് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്സ് ആണ്. ബട്ട് ഡിപ്പെൻഡ് ചെയ്യും നിങ്ങൾ എത്ര ആലോചിച്ചിട്ടാണ് അല്ലെങ്കിൽ എത്ര റിസ്ക് എടുക്കാൻ ആഗ്രഹിച്ചിട്ടാണ് ആ ഒരു ടേണിംഗ് പോയിന്റ് എടുക്കുന്നത്. ഓക്കെ, എത്ര റിസ്ക് നിങ്ങൾ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്നോ അത്രയും ഭാവി സുരക്ഷിതമായിരിക്കും. പേജ് ഓഫ് കപ്സ് ആൻഡ് 5 ഓഫ് കപ്സ് ആണ് വന്നത്. സോ നമ്മുടെ ലാസ്റ്റ് കാർഡ് ആണ്. പ്രേക്ഷകരോട് പറയുന്നത് പ്രേക്ഷകരുടെ ഇമോഷണൽ ഇംബാലൻസസ്, എന്തൊക്കെ ഹേർട്ടായി, എന്തൊക്കെ വിഷമങ്ങളുണ്ട്, അതിനെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ എപ്പോഴൊക്കെ ബുദ്ധിമുട്ടുകൾ ഓർമ്മ വരുന്നു, എപ്പോഴൊക്കെ വിഷമങ്ങൾ ഓർമ്മ വരുന്നു, ബിട്രേൽ ഓർമ്മ വരുന്നു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച ചെറിയ ചെറിയ സന്തോഷങ്ങൾ, അതിനെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അതിനെ ഓർക്കാൻ ശ്രമിക്കും. ഓക്കെ.